പ്രവചനങ്ങളെയും വിമർശനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതാ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു വീണ്ടും IPL കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. തുടർച്ചയായ രണ്ടാം തവണയും IPL ചാമ്പ്യന്മാരായിക്കൊണ്ട് തങ്ങളെ തോൽപ്പിക്കാൻ ഈ ലീഗിൽ നിലവിൽ ആരുമില്ലെന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർക്ക് മുന്നിലേക്ക് ഇതാ തുടർച്ചയായ രണ്ടാം കിരീടം ഉയർത്തിക്കാട്ടി RCB സിംഹാസനം ഉറപ്പിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തിയ 10,000-കണക്കിന് വരുന്ന RCB ആരാധകരെ ഒട്ടും നിരാശപ്പെടുത്താതെ തുടക്കം മുതൽ ഒടുക്കം വരെ ആധികാരികമായ മേധാവിത്വം പുലർത്തിക്കൊണ്ടാണ് അവർ ഈ വമ്പൻ വിജയം സ്വന്തമാക്കിയത്. കലാശ പോരാട്ടത്തിൽ ടോസ് ഭാഗ്യം തുണച്ച RCB നായകൻ ഒട്ടും മടിക്കാതെ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. തുടക്കം മുതൽ തന്നെ ഗുജറാത്ത് ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുക എന്ന കൃത്യമായ തന്ത്രത്തോടെയാണ് RCB ബോളർമാർ കളം നിറഞ്ഞത്. RCB ബോളർമാരുടെ കൃത്യതയാർന്ന ലൈനിലും ലെങ്തിലും പതറിയ ഗുജറാത്ത് മുൻനിരക്ക് മൈതാനത്ത് ഒട്ടും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പവർ പ്ലേ ഓവറുകളിൽ തന്നെ റൺസ് വിട്ടുകൊടുക്കാൻ മടിച്ച് കണിശതയോടെ പന്തെറിഞ്ഞതോടെ ഗുജറാത്ത് തുടക്കത്തിലെ കടുത്ത പ്രതിരോധത്തിലാവുകയായിരുന്നു. ഈ ഫൈനൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസിന് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 156 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ഗുജറാത്തിന്റെ വമ്പൻ ബാറ്റിംഗ് നിരയെ ഓരോരുത്തരെയായി പവലിയനിലേക്ക് മടക്കാൻ RCB ബോളർമാർക്ക് അധികം പ്രയത്നിക്കേണ്ടി വന്നില്ല. ഗുജറാത്തിന്റെ ഇന്നിംഗ്സ് പരിശോധിച്ചാൽ ഓപ്പണർമാരായ ശുഭ്മൻ ഗില്ലും സായ് സുദർശനും വലിയ പ്രതീക്ഷകളോടെയാണ് ക്രീസിലെത്തിയത്. എന്നാൽ RCBയുടെ പേസ് ആക്രമണത്തിന് മുന്നിൽ നായകൻ ശുഭ്മൻ ഗില്ലിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു വശത്ത് വിക്കറ്റുകൾ ദാരുണമായി പൊഴിയുമ്പോഴും 50 റൺസ് നേടി വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് ഗുജറാത്ത് നിരയിൽ അല്പമെങ്കിലും പൊരുതി നോക്കിയത്. RCBയുടെ ബോളിംഗ് നിരയിലെ പുതിയ കരുത്തൻ രസിക് സലാമിന്റെ മാരകമായ സ്പെല്ലാണ് മത്സരത്തിന്റെ ഗതി പൂർണ്ണമായും മാറ്റിയെഴുതിയത്. തന്റെ 4 ഓവറിൽ വെറും 27 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 പ്രധാന വിക്കറ്റുകൾ വീഴ്ത്തി രസിക് സലാം ഗുജറാത്തിന്റെ മധ്യനിരയുടെ നട്ടെല്ലൊടിച്ചു. ഒരു ഘട്ടത്തിൽ പോലും വലിയ സ്കോറിലേക്ക് കുതിക്കാൻ ഗുജറാത്തിനെ RCB ബോളർമാർ അനുവദിച്ചില്ല. ഓരോ ഓവറിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് റൺറേറ്റ് ഉയർത്താനുള്ള ഗുജറാത്തിന്റെ എല്ലാ ശ്രമങ്ങളെയും അവർ തല്ലിക്കെടുത്തി. ഇതോടെ ഈ മഹാപോരാട്ടത്തിൽ ഗുജറാത്തിന് ഭേദപ്പെട്ട ഒരു സ്കോർ പോലും പടുത്തുയർത്താൻ കഴിയാതെ പോവുകയായിരുന്നു. 156 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ RCBക്ക് വേണ്ടി വെടിക്കെട്ട് തുടക്കമാണ് വെങ്കടേഷ് അയ്യർ നൽകിയത്. മൈതാനത്തിന്റെ നാനാഭാഗത്തേക്കും പന്തടിച്ചുകൂട്ടി വെറും 16 പന്തിൽ 4 ഫോറും 2 സിക്സും സഹിതം 32 റൺസോടെ അയ്യർ കളം നിറഞ്ഞപ്പോൾ സ്റ്റേഡിയം ആകെ ഇളകിമറിഞ്ഞു. RCB ആരാധകർക്ക് വലിയ ആത്മവിശ്വാസം നൽകിയൊരു തുടക്കമായിരുന്നു അത്. എന്നാൽ ഈ ഗ്രാൻഡ് ഫൈനൽ വേദിയെ പൂർണ്ണമായും സ്വന്തം പേരിലേക്ക് മാറ്റിയെഴുതിയത് മറ്റാരുമല്ല, അത് ക്രിക്കറ്റ് ലോകത്തെ ഒരേയൊരു റൺ മെഷീൻ വിരാട് കോഹ്ലി തന്നെയാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ എങ്ങനെ കളിക്കണമെന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് കിരീടപ്പോരാട്ടത്തിൽ വിരാട് കോഹ്ലി തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഫോമിലേക്ക് ഉയരുകയായിരുന്നു. ഗുജറാത്തിന്റെ പ്രമുഖ ബോളർമാരായ മുഹമ്മദ് സിറാജ്, റാഷിദ് ഖാൻ എന്നിവരെയെല്ലാം സധൈര്യം നേരിട്ട കോഹ്ലി മൈതാനത്ത് റൺവേട്ട നടത്തി. 42 പന്തിൽ 9 മനോഹരമായ ഫോറുകളും 3 കൂറ്റൻ സിക്സറുകളും അടക്കം 75 റൺസോടെ പുറത്താകാതെ നിന്ന വിരാട് കോഹ്ലി RCBയുടെ വിജയശില്പിയായി മാറി. കോഹ്ലിയുടെ ഓരോ ഷോട്ടുകളും സ്റ്റേഡിയത്തിലെ കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. വിക്കറ്റുകൾ കാത്തുസൂക്ഷിച്ചും റൺറേറ്റ് കൃത്യമായി നിലനിർത്തിയും കോഹ്ലി ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ഒടുവിൽ 12 പന്തുകൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ RCB ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഗുജറാത്ത് ഉയർത്തിയ വെല്ലുവിളിയെ വളരെ ശാന്തതയോടെയും കൃത്യതയോടെയും നേരിട്ടാണ് RCB മറികടന്നത്. ഇതോടെ തുടർച്ചയായ രണ്ടാം വർഷവും IPL കിരീടത്തിൽ മുത്തമിട്ട് തങ്ങൾ തന്നെയാണ് ഈ ലീഗിലെ യഥാർത്ഥ രാജാക്കന്മാർ എന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ക്രിക്കറ്റ് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ ചരിത്ര വിജയം ബംഗളൂരു ആരാധകർക്ക് സമ്മാനിക്കുന്ന ആവേശം ചെറുതല്ല. തുടർച്ചയായ രണ്ടാം തവണയും കപ്പടിച്ച ഈ RCB പടയെ തടയാൻ ഇനി ഈ IPLൽ ഏതെങ്കിലും ടീമിന് സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ വരും വർഷങ്ങളിലും ഈ ആധിപത്യം ഇങ്ങനെ തന്നെ തുടരുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.